നിക്ക്. ഇപ്പൊ നേരത്രയായി? ചോദിച്ചു കേട്ടില്ലേ നേരത്രയായിന്ന്? 10:30. രാത്രി 10:30. ഇത്രയും നേരം നീ എവിടെയായിരുന്നു? തൃച്ചംബരത്ത്. രാത്രി 10:30 വരെയാണോ അവിടെ ഡ്യൂട്ടി? അച്ഛാ, അത് അനിയൻകുഞ്ഞിന്റെ കൂടെ പഠിച്ച പെൺകുട്ടി വന്ന് തൃച്ചംബരത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയില്ലേ? ആ പ്രശ്നങ്ങളൊക്കെ അവരെന്നെ പരിഹരിച്ചില്ലേ? അത് നീ തമ്മിൽ എന്താ ബന്ധം? പ്രശ്നങ്ങളൊക്കെ തീർന്നെങ്കിലും അനിയൻകുഞ്ഞാകെ വിഷമിച്ചിരിക്കുക. എല്ലാരും കൂടി അനിയൻകുഞ്ഞിനെ സമാധാനിപ്പിക്കുകയായിരുന്നു. ഞാനും അവരോടൊപ്പം ഇരുന്നു പോയി. അതുകൊണ്ടാ താമസിച്ചത്. എന്നിട്ട് നീ ഒരു കള്ളപ്പുള്ളിയെ പോലെ എന്റെ കണ്ണും വെട്ടിച്ച് അകത്തേക്ക് രക്ഷപ്പെടാൻ നോക്കിയതോ? അയ്യോ, അത് അച്ഛ ഉറങ്ങാണെന്ന് കരുതിയിട്ടാ. ഉറക്കത്തിൽ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടാ ഞാൻ അകത്തേക്ക് പോയത്. ഓ, അച്ഛനോടുള്ള അതിര് കടന്ന സ്നേഹം, മഹാമനസ്കത. ഞാൻ കള്ളം കാണിച്ചതല്ല അച്ഛാ. എന്റെ മകൾ എന്നോട് കള്ളം കാണിക്കില്ല, എന്നെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യില്ല എന്നൊക്കെ ഉറച്ചു വിശ്വസിച്ചിരുന്നു ഞാൻ കുറച്ചു കാലം മുമ്പ് വരെ. എന്നോടുള്ള വിശ്വാസമൊക്കെ എനിക്ക് എന്നേ നഷ്ടമായി. നിന്റെ പല പ്രവൃത്തികളും ഒരച്ഛന്റെ അതിര് വിട്ട് എന്നെ സംസാരിപ്പിക്കുന്നുണ്ട്. നിന്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു ധർമ്മസങ്കടം എനിക്ക് വരില്ലായിരുന്നു. എനിക്ക് പറയാനുള്ളത് കൂടി അവള് പറയായിരുന്നു. അനിയൻ കുഞ്ഞിനെ തിരക്കി വന്ന ആ പെൺകുട്ടിയുടെ പിന്നിൽ ചിലപ്പോൾ ഒരു ചതിയുണ്ടായിരിക്കാം. പക്ഷേ അനിയൻ കുഞ്ഞിന് പണ്ട് ആ പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യമല്ലേ? ചെറുപ്പക്കാരിൽ പലരും അങ്ങനെയൊക്കെ കാണിച്ചു വന്നിരിക്കും, പിന്നീട് വഞ്ചിച്ചു എന്നും വരും. നൊന്ത് പെറ്റ കുഞ്ഞിനെ തോളിലേറ്റി പിതൃത്വം തെളിയിക്കാൻ ഇറങ്ങിത്തിരിച്ച ആ പെൺകുട്ടിയെ കണ്ടപ്പോ ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം ഒരച്ഛനായ ഞാനും ചിന്തിച്ചു പോയി, ഇങ്ങനൊരവസ്ഥ എന്റെ മോൾക്ക് വരുമെന്ന്. എന്ത് മോശമായിട്ട് അച്ഛനിപ്പോ സംസാരിച്ചത്. ഇങ്ങനെയൊക്കെയാണോ എന്റെ അച്ഛൻ ചിന്തിക്കുന്നത്? ഞാനും വലിയ കുഞ്ഞും തമ്മിൽ ഒരു പക്ഷെ ഇഷ്ടത്തിലായിരിക്കാം എന്ന് വെച്ച് മനസ്സുകൊണ്ടൊരു ചെറിയ തെറ്റ് പോലും ഞാൻ ചെയ്തിട്ടില്ല. ഒരു വാക്കുകൊണ്ട് പോലും വലിയ കുഞ്ഞും ചെയ്തിട്ടില്ല. അച്ഛൻ ഇങ്ങനെ തരം താഴരുത്. അച്ഛന്റെ മകളാണെന്ന് കരുതി എന്തും പറയാന്ന് കരുതരുത്. അച്ഛൻ കരുതുന്ന പോലത്തെ ഒരു പെണ്ണല്ല ഞാൻ. വലിയ കുഞ്ഞ് അതുപോലത്തെ ഒരു പുരുഷനുമല്ല. ആ വണ്ടി ഒന്ന് ബ്ലോക്ക് ചെയ്യും. അഖിലേന്റി നിന്നെ ഇവിടെ ഇതേ സ്ഥലത്ത് വെച്ച് എനിക്ക് കിട്ടണമായിരുന്നു. നീ എന്താ വിചാരിച്ചത്? ഒരു പെണ്ണിനെ ഇറക്കി കളിച്ച തൃച്ചംബരത്തിന്റെ പ്രൗഢിയും അന്തസ്സും ഒക്കെ കാറ്റിൽ പറത്തിക്കളയാന്നോ? അത് വെറും മോഹമാ നിന്റെ. അതിന് ശ്രമിച്ചതാ പണ്ട് നാഗമഠത്തെ നിന്റെ അപ്പനും അപ്പൂപ്പന്മാരും ഒക്കെ. അവര് ശ്രമിച്ച് പരാജയം സമ്മതിച്ച് മടങ്ങിയ സ്ഥാനത്ത് നീ നിന്റെ ജന്മം പാഴാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കണോ? കഷ്ടം. കഴുത്തിൽ താലി വീഴുന്നതൊരു ഭാഗ്യോ?
മനസ്സിൽ നന്മയുള്ള പെൺകുട്ടികൾക്ക് ആ ഭാഗ്യം കിട്ടൂ. അല്ലാത്തവരുടെ താലുകെട്ട് ചിലപ്പോ കല്യാണ മണ്ഡപം വരെ എത്തി മുടങ്ങിയെന്നും വരും. നിന്നെപ്പോലെ പക്ഷേ അങ്ങനെ താലിഭാഗ്യം കിട്ടിയ ഒരു പെണ്ണ് തൃച്ചംബരം തറവാട്ടിലുണ്ട്. നീ അപമാനിക്കാൻ ശ്രമിച്ച എന്റെ ഇളയ മകൻ അരവിന്ദിന്റെ ഭാര്യ നന്ദന. ദേ, ശത്രുവിനെ തിരഞ്ഞെടുക്കുമ്പോ മിനിമം ശത്രുവിന്റെ ശക്തിയെങ്കിലും അറിഞ്ഞിരിക്കണമെന്ന് ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. നിന്നെ പോലെയുള്ള വെറുമൊരു കുറുനരി സിംഹത്തിനെ പോരിന് വിളിക്കരുത്. കുടഞ്ഞെറിയൂ അത്. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് നിന്റെ കഥ തീർക്കാം. തോക്ക് കാറിലുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്താൽ വരും കാലങ്ങളിൽ നീ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിക്ക് പറ്റിയ എതിരാളിയായിരുന്നു എന്ന് പറഞ്ഞു എന്ന് വരും. അത് വേണ്ട. നിന്നെപ്പോലൊരു പീറപ്പെണ്ണ് എനിക്ക് എതിരാളിയായിരുന്നു എന്ന് പറഞ്ഞു കേട്ടാൽ ഞാൻ ലജ്ജിച്ച് തലകുനിച്ച് നടക്കേണ്ടി വരും. അതോർത്ത് നിന്നെ ഞാൻ വീണ്ടും വെറുതെ വിടുക. ഇനി നിന്റെ നിഴൽ പോലും എന്റെ കണ്ണിൽ പെട്ടേക്കരുത്. ആന്റി, കല്യാണ മണ്ഡപത്തിൽ വെച്ച് താലികെട്ട് മുടങ്ങി അപഹാസ്യായി എഴുന്നേൽക്കുന്നത് മരണത്തിന് തുല്യം തന്നെയാണ്. പക്ഷേ അത് പെണ്ണിന് മാത്രമല്ല, ആണിനും അതേ വികാരം തന്നെയാവും. കല്യാണം നടക്കണമെങ്കിൽ അതിന് മുൻജന്മ സുഹൃതം ചെയ്തിരിക്കണമെന്ന് പറഞ്ഞല്ലോ. എന്താ, തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ വയറ്റിൽ പിറന്ന ആദ്യപുത്രൻ ആനന്ദകൃഷ്ണൻ അത് ബാധകമല്ലേ? ആന്റി, ആദ്യം സ്വന്തം വയറ്റിൽ പിറന്ന ആനന്ദകൃഷ്ണന്റെ കല്യാണം നടത്തി കാണിക്കാം. എന്നിട്ടാകാം എതിരാളികളുടെ താലികെട്ട് മുടങ്ങിയതിനെ കുറിച്ചുള്ള ഈ ആശങ്ക. കാറെടുക്കടാ. നീ എന്താ ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നത്? എയർപോർട്ടിൽ നിന്ന് ഇതുവരെ എത്തിയിട്ട് നീ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു ഒഴിയണ്ട. ദേ നോക്ക്, എനിക്ക് പരിഭവം ഒന്നുമില്ല. എന്നാലും അറിയണല്ലോ എന്തുകൊണ്ടാണ് ആരോടും വേണ്ട നീ ബാംഗ്ലൂർ പോയതെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറ, നമുക്കത് പറഞ്ഞ് പരിഹരിക്കാമല്ലോ. കുറ്റബോധം കൊണ്ട് അരവിന്ദ്, എന്റെ ഭാഗത്തുനിന്നൊരു തെറ്റ് സംഭവിച്ചു. എന്ത് തെറ്റ്? അത് കമ്പനി ഭാഗം വെക്കണമെന്ന് ഞാൻ പറയരുതായിരുന്നു. എടോ, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അത് വിട്ടേക്കൂ. ഇനി അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. എന്നാലും ഒരു വിഷമം. എന്റെ ഭർത്താവിന്റെ അഭിമാനത്തെ പ്രതിയാണ് ഞാനത് പറഞ്ഞെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നി. ആ, അത് പോട്ടെ. അല്ല, എനിക്കൊരു കാര്യം അരവിന്ദിനോട് പറയാനുണ്ട്. ഈ വിവാഹം കഴിച്ചു കഴിഞ്ഞാലേ
ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ യാതൊരു രഹസ്യവും മറച്ചു വെക്കാൻ പാടില്ല. ദൈവമേ, ആ ഭദ്രയുടെ കാര്യം ഇവൾ അറിഞ്ഞെന്നാ തോന്നുന്നത്. എന്താ ചെയ്യാ? ഭർത്താവ് ഭാര്യയിൽ നിന്ന് പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച അത് ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിഞ്ഞൊന്നും വരില്ല. ഈശ്വര, ഇവിടുന്ന് അറിഞ്ഞോ? നിങ്ങൾ എല്ലാവരും കൂടി കൂടുമ്പോഴേ ഞാൻ ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോവാണോന്നൊരു തോന്നല്. ഇതൊന്നുമല്ല, വേറെന്തോ കാര്യമുണ്ട്. എന്റെ നന്ദന, ഇതൊക്കെ നിന്റെ തോന്നലാണ്. ഇവിടെ ആരെങ്കിലും നിന്നെ ഒറ്റപ്പെടുത്താറുണ്ടോ? അല്ല, എന്താ അങ്ങനെ തോന്നാൻ കാരണം? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം എനിക്കൊന്ന് പാർലറിൽ പോണം. അത് കഴിഞ്ഞ് ആനന്ദിനെ ഒന്ന് കാണണം. ഓക്കേ. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കേ. എന്താ ഇവള് വലിയ എന്തോ ചിന്തയിലാണെന്നോ തോന്നണേ. ഈശ്വര, എന്താണോ അടുത്ത പ്രശ്നം? ഹലോ ഡാർലിംഗ്, വാട്ട് ഹാപ്പൻ? എന്തോ ഇതിൻ്റെ കുട്ടിക്ക്? ഏയ് ഒന്നുമില്ല രവിന്ദ്. അല്ലല്ല, എന്തോ ഒന്നുണ്ട്. ദേ ഈ മുഖമൊന്നും ആടി എനിക്ക് അറിഞ്ഞൂടെ. എന്താ പറ? ഞാൻ കണ്ടത് അരവിന്ദിനോട് പറയണോ വേണ്ട? പറ.
നീ എന്താ ഞാൻ ചോദിച്ചിട്ട് മറുപടി പറയാതെ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? എന്താ കാര്യം പറ. അത് വേറൊന്നുമല്ല അരവിന്ദ്. ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ച് ഒരാണിനെയും പെണ്ണിനെയും കണ്ടു. അവരുടെ പെരുമാറ്റം കണ്ടിട്ട് കാമുകന്മാരായിട്ടോ ഭാര്യ ഭർത്താക്കന്മാരായിട്ടോ എനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഫുഡ് കഴിച്ച് കൈ കഴുകി വന്ന അവന്റെ മുഖത്ത് ഫുഡിന്റെ ഒരു തരി ഇരുന്നത് കണ്ട് അവൾ അവളുടെ സാരി തുമ്പുകൊണ്ട് തുടച്ചു കൊടുത്തു. അവര് മാന്യതയുള്ള കൂട്ടത്തിൽ തന്നെയുള്ളവരാ. അതെല്ലേ. എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ. അവൾ അയാളുടെ കാമുകിയല്ലായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. ഇരുവരുടെയും പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നുമില്ല. ഇതാണ് വലിയ കാര്യം. എന്റെ നന്ദന, ഇത്തരം വിഡ്ഢി ചോദ്യങ്ങൾ നീ അല്ലാതെ മറ്റാരെങ്കിലും ചോദിക്കോ? എടി, അവർ രണ്ടുപേരും ഉറപ്പായിട്ടും കാമുകമാര് തന്നെ, അതിൽ യാതൊരു സംശയവും വേണ്ട. ആ എടി, കാമുകിയ ഭാര്യ അല്ലെങ്കിൽ അയാളുടെ മുഖത്തിരുന്ന വേസ്റ്റ് അവള് സാരത്തുമ്പോട് തുടച്ചു കൊടുക്കുവോ? കഷ്ടം. അപ്പൊ അങ്ങനെയാണല്ലേ? ആ അരവിന്ദിന് ഉറപ്പാണ്. ഇക്കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തവനാണ് ഞാൻ. ഉറപ്പായിട്ട് അവര് കാമുകന്മാര് തന്നെ. ആ എന്ത് എന്റെ നന്ദു, നിന്റെ സംശയം ഇതുവരെ മാറിയില്ലേ? എടി, അവര് ഉറപ്പായിട്ടും കാമുകന്മാര് തന്നെയാ. അല്ല, നീ എന്താ ഈ റെസ്റ്റോറന്റിലെ കാമുകന്മാരെ കുറിച്ച് ആലോചിക്കണേ? അവരവരുടെ പാട്ടിനങ്ങോട്ട് നടക്കട്ടെ. അവരിങ്ങനെ പാറി പാറി ഇങ്ങനെ കളിക്കട്ടെ. നമ്മൾ എന്തിനാ അവരെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യണേ? എന്നാ ഈ റെസ്റ്റോറന്റിൽ കണ്ടെന്ന് പറഞ്ഞത് ഒരു നുണക്കഥേ. നുണക്കഥേ? അതെന്ത് നുണക്കഥ? ഞാൻ കണ്ടത് മറ്റാരെയല്ല, ആനന്ദിനെയും കല്യാണിയെ. ആനന്ദിന്റെ മുഖത്താണ് കല്യാണി സാരിത്തുമ്പ് കൊണ്ട് തുടച്ചത്. എന്റെ ദേവിയെ പെട്ടു. ഇതിന് ഞാൻ എന്ത് മറുപടിയെ കൊടുക്കുക? ഇതിന് ഞാനൊരു പരിഹാരം കാണണല്ലോ എന്റെ ഭഗവതി. ആനന്ദും കല്യാണിയും തമ്മില് നമ്മൾ ആരും അറിയാത്ത മറ്റെന്ത് റിലേഷൻഷിപ്പാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്റെ നന്ദനെ, നീ ഇത് റെസ്റ്റോറന്റിലെ കഥയായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ചപ്പോഴേ ഞാനതൊരു റൊമാൻസ് അല്ലേ വെച്ചിട്ടൊരു ബിൽഡപ്പ് വന്നതാ. ഇത് സാധാരണ നടക്കണതാ. ഇത് റൊമാൻസ് അല്ലട്ടാ, പൊട്ടി. പൊട്ടിയായിക്കോട്ടെ, ഞാൻ വിശ്വസിക്കില്ല. എന്താ നന്ദന ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? കല്യാണിക്ക് ഈ വീട്ടിലെ എന്നോടും അമ്മോടും നിന്നോടൊക്കെ സ്വാതന്ത്ര്യമില്ലേ? അതുപോലെ ബ്രോയോടും ഉണ്ട്. അതുകൊണ്ട് കവളത്ത് എന്തോ ഫുഡിന്റെ തരി ഇരുന്നോണ്ട് സാരിത്തുമ്പോടും തുടച്ചു. അത്രേ ഉള്ളത്. ഒരു കാര്യം, ഈ തൃച്ചംബരത്തെ മൂത്ത മരുമകളാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് നിന്റെ സങ്കല്പം എന്താ? തൃച്ചംബരത്ത് എഴുതിരി വെട്ടം പോലെ തിളങ്ങി നിൽക്കുന്ന മഹാലക്ഷ്മി ആയിരിക്കണം അവള്. നമ്മുടെ കല്യാണി എങ്ങനെയുണ്ട്? ആ, കല്യാണി കൊള്ളാം, നല്ല പെൺകുട്ടിയാ. പക്ഷേ ആനന്ദിന്റെ ഭാര്യ ആകാൻ പറ്റില്ലല്ലോ. അതെന്താ? അതിന് ആദ്യം വേണ്ടത് കുലമഹിമയും പ്രൗഢിയുമാ. ഇല്ല, അരവിന്ദ് എന്നോട് സത്യങ്ങൾ മറച്ചു വെക്കുക. ആനന്ദും കല്യാണിയും തമ്മിലുള്ള ബന്ധം അരവിന്ദിന് അറിയാം. അരവിന്ദ് എസ്കേപ്പിക്കോ. ഈ പെണ്ണുങ്ങളുടെ മനസ്സിലൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ അതിന്റെ സത്യം അറിയാതെ അവർ പിന്മാറില്ല. അതാണ് പെണ്ണിന്റെ സൈക്കോളജി. എടീ, ഈ കല്യാണി നമ്മുടെ കുടുംബത്തിനെ സ്നേഹിക്കുന്നുണ്ടേ ഈ ബ്രോ കല്യാണിക്ക് ഇതിന് ഫ്രീഡംസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിപ്പോ അത്രയ്ക്കുള്ളൂ. അതിനപ്പുറം ഒന്നും നീ ചിന്തിക്കണ്ട. എടി, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അരവിന്ദ് എന്നോട് മറച്ചു വെച്ചാലും അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ കണ്ടുപിടിക്കും. കണ്ടുപിടിക്കുന്നു? ഇനി കണ്ടുപിടിക്കാനൊന്നുമില്ല, കൺഫേം ചെയ്താൽ മാത്രം മതി.
അയ്യോ ടെൻഷനായല്ലോ, ടെൻഷനായി. എന്താ ചെയ്യാ? ബ്രോ എന്ന് വിളിക്കാം. വിളിച്ചോറും കിട്ടില്ല ആവശ്യമുള്ള സമയത്തും. ഇനിയിപ്പോ എന്തൊരു വഴി? ഒന്നല്ലെങ്കിൽ ഒന്നുണ്ട് ഇവിടെ. ആ ഇല്ലില്ല, ഞാനതൊക്കെ ഇപ്പൊ ചെക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയിട്ടെ ബ്രോ അങ്ങോട്ട് വിളിക്കാം. ബ്രോ ഒരു പ്രശ്നമുണ്ട്. വീണ്ടും പ്രശ്നം? ആ പ്രശ്നം നമ്മൾ സോൾവ് ചെയ്തല്ലേ, പിന്നെന്താ പ്രശ്നം? അത് ബ്രോയും കല്യാണിയും തമ്മിലുള്ള ബന്ധത്തിലെ നന്ദനയ്ക്ക് സംശയമുണ്ട്. ഏ അവളത് എന്നോട് ചോദിച്ചു. അതെ ബ്രോ, ഓഫീസിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നതും കല്യാണി സാരി തുമ്പോണ്ട് ബ്രോയുടെ മുഖത്തെ ഭക്ഷണത്തിന്റെ അംശം തുടയ്ക്കുന്നത് അവള് കണ്ടൂത്രേ. കാമുകന്മാരല്ലാത്തവരങ്ങനെ ചെയ്യില്ലെന്ന് അവള് തറപ്പിച്ചു പറഞ്ഞു. അതാണ് അവളുടെ സംശയത്തിന് കാരണമായത്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാനതിനെ കുറിച്ച് എതിർത്ത് സംസാരിക്കാനൊക്കെ നോക്കി. പക്ഷേ ബ്രോയും കല്യാണിയും തമ്മിൽ നന്ദൻ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ബന്ധമില്ലെന്ന് ഞാൻ സ്ഥാപിക്കാൻ നോക്കിയപ്പോഴേ അവളത് തെളിയിച്ചു തരാന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചു ബ്രോ. അല്ല ബ്രോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? നന്ദന അറിയട്ടെ. അല്ല ബ്രോ, പക്ഷേ നീ അത് സമ്മതിക്കാനൊന്നും പോണ്ട. ആ പിന്നൊരു കാര്യം, നന്ദനയ്ക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയെന്ന കാര്യം നീ തൽക്കാലം കല്യാണിയോട് പറയണ്ട. ബ്രോ എന്തൊക്കെയാ പറയുന്നേ? നന്ദനയ്ക്ക് ഇങ്ങനെ ഒരു സംശയം തോന്നിയെന്ന് കല്യാണിയോട് സൂചിപ്പിക്കുന്നതല്ലേ നല്ലത്? തൽക്കാലം വേണ്ട. നന്ദന സംശയിക്കുന്നു എന്നറിഞ്ഞാൽ അത് കല്യാണിയുടെ ടെൻഷൻ കൂട്ടുകയുള്ളൂ. ഓക്കെ ഓക്കെ. അതെ ബ്രോ, കല്യാണി താഴെ പാൽപ്പായസം ഉണ്ടാക്കുന്നുണ്ട്, വരുന്നില്ലേ? പാൽപ്പായസോ? ഇന്നെന്താ വല്ല വിശേഷമുണ്ടോ? നന്ദനയ്ക്ക് പാൽപ്പായസം വലിയ ഇഷ്ടമാണല്ലോ. യാത്രയൊക്കെ കഴിഞ്ഞ് വന്നോണ്ട് നന്ദനയ്ക്ക് വേണ്ടി കല്യാണി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ പാൽപ്പായസം, വരുന്നില്ലേ? നീ വയ്ക്കോ, ഞാൻ പിന്നാലെ വരാം. ശരി, വേഗം വരണേ. പായസം. കല്യാണി, പായസം വന്നോട്ടെ. എത്തിയാ പായസം. എന്റെ പൊന്നു, എന്താ ടേസ്റ്റ് കല്യാണി. ഓ കല്യാണി, എന്റെ നന്ദനയ്ക്ക് വേണ്ടി പാൽപ്പായസം ഉണ്ടാക്കി തന്ന എന്റെ ഏട്ടത്തിയുടെ വലിയ മനസ്സിന് 1000 നന്ദി. ഈ ഒരു പാൽപ്പായസം ഉണ്ടാക്കിയതിന് ഇത്രയും വലിയ നന്ദിയൊന്നും വേണ്ട കേട്ടോ. വേണ്ട, ആയിക്കോട്ടെ. ബ്രോ, അമ്പലപ്പുഴ പാൽപ്പായസത്തിനെ വെല്ലുന്ന തൃച്ചംബര പാൽപ്പായസം. എന്തോ കല്യാണിയുടെ കൈപുണ്യം. എന്റെ നന്ദനെ നീ ഒന്ന് കുടിച്ചു നോക്ക്. ബ്രോ ഇരിക്കേ, നീ ഇവിടെ ഇരിക്കുക. അല്ല, ഇവർക്ക് പായസം കൊടുക്കണില്ലേ? എന്നാ കൊണ്ടുവരൂ. വേണം. നന്ദനെ, നിനക്ക് വേണ്ടി കല്യാണി പ്രത്യേകം ഉണ്ടാക്കിയ പായസം. നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം. സന്തോഷായില്ലേ? ബ്രോ, പറയാതിരിക്കാൻ വയ്യ, ഇത്രയും നല്ല പാൽപ്പായസം ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല.
ഓഫീസിൽ വെച്ച് നിങ്ങൾ സംസാരിക്കുന്നതും കല്യാണി സാരി തുമ്പോണ്ട് ബ്രോയുടെ മുഖത്തെ ഭക്ഷണത്തിന്റെ അംശം തുടയ്ക്കുന്ന അവള് കണ്ടുത്രേ. അരവിന്ദ് പറഞ്ഞത് ശരി തന്നെയാ കല്യാണി, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി. അതെ, ഇതിന്റെ റെസിപ്പി എനിക്കിവിടെ പറഞ്ഞു തരണേ. അതിനെന്താ? ഹലോ. പരിപ്പും മുന്തിരിയും കൂടി ഒരുമിച്ചിട്ട് ആ ഞാൻ മെയിൽ ചെക്ക് ചെയ്തിരുന്നു. പുതിയത് അയച്ചോ? ശരി, ഞാൻ ഇപ്പൊ ചെക്ക് ചെയ്തിട്ട് പറയാം. ബ്രോ മതിയൊക്കെയാ? മതി. എന്നാ ഇതും കൂടി ഞാൻ അങ്ങോട്ട് കുടിക്കാം. വേസ്റ്റ് ആക്കണ്ടല്ലോ അല്ലേ? പായസം വെച്ചാൻ വെക്കാൻ പാടില്ലല്ലോ. വേണ്ട വേണ്ട വേണ്ട, ദേ അധികം കുടിച്ചാ വണ്ണം വെക്കും. ഓ പിന്നെ ഇപ്പൊ ഏകദേശം ബോഡി ഒന്ന് സ്യൂട്ടായി വരുന്നതേ ഉള്ളൂ. വാ എഴുന്നേക്ക്. മതി 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 കല്യാണി, താങ്ക്സ് കേട്ടോ, ഇത്രയും രുചിയുള്ളൊരു പായസം ഉണ്ടാക്കി തന്നേന്. മതി, വാ. എടി ഞാനതിന് കുടിച്ചില്ലെന്ന്. മതിയാക്ക, ഇത്രയും കുടിച്ചതൊക്കെ മതി കല്യാണി. വേഗം എടുത്തോണ്ട് പൊയ്ക്കോ പൊയ്ക്കോ. വാ അരവിന്ദ്. പായസം പോലും കുടിക്കാൻ സമ്മതിക്കാതെ. അതെ, ഫ്രിഡ്ജിലെടുത്ത് വെച്ചേ. വേണ്ട കേട്ടോ, എന്ത് കല്യാണി വേഗം കൊണ്ടുവയ്ക്കും. ഒരു കുട്ടിയ. മൊബൈല് ഞാൻ മറന്നു വെച്ചായിരുന്നു. ഇവളെന്താ രാവിലെ ഇവിടെ വന്ന് നിന്ന് ആലോചിക്കുന്നത്? ഇത് തന്നെ പറ്റിയ അവസരം. ഇവളെ വശത്താക്കണമെന്നാ പ്രിയങ്ക പറഞ്ഞിരിക്കുന്നത്. ശ്രമിച്ചു നോക്കാം. എന്താ നന്ദനെ ഇവിടെ ഒന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്നത്? എന്താ ആലോചിക്കുന്നത്? എന്താ നന്ദനെ നിനക്ക്? എന്നോട് ദേഷ്യമാണോ? കേൾക്കാഞ്ഞിട്ടല്ല, കേട്ടില്ല എന്ന് നടിക്കുന്നതാ. അതെങ്ങനെയാ? കമ്പനിയെല്ലാം എഴുതി വാങ്ങിച്ചിട്ട് സർവ്വത്യാഗം ചെയ്ത മരുമകളല്ലേ? അതിന്റെ തളപ്പായിരിക്കും. ഗംഗ എന്താ ഇപ്പൊ ചോദിച്ചത്? രാവിലെ നന്ദന ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിന്നപ്പോ എന്താ കാര്യമെന്ന് തിരക്കാന്ന് കരുതി. എന്തു പറ്റി നന്ദനെ? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഗംഗേ, ഗംഗയോട് ഒരു കാര്യം ചോദിച്ചാ ഗംഗ സത്യം പറയൂ? നന്ദനയ്ക്ക് എന്ത് കാര്യം അറിയാനുള്ളത്? ചോദിക്ക്. അന്ന് ആനന്ദിന്റെയും കല്യാണിയുടെയും ഫോട്ടോ പതിപ്പിച്ച ആ ടീക്കപ്പ് ഗംഗ ഓർഡർ ചെയ്തതായിരുന്നില്ലേ? അല്ല, സത്യത്തിൽ ഞാനങ്ങനെ ഒരു ഓർഡർ കൊടുത്തിട്ടേ ഇല്ല. ആ കപ്പ് ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അത് ഗംഗയാണെന്ന്
ഗംഗയുടെ ശബ്ദം കൊണ്ട് ആനന്ദ് തെളിയിച്ചതാണല്ലോ. അതൊക്കെ ആനന്ദിന്റെ ബുദ്ധിയാ. ഞാൻ തികച്ചും നിരപരാധിയാ നന്ദനെ. അഖിലാന്റി പോലും എന്നെ വിശ്വസിച്ചില്ല. നീയെങ്കിലും എന്റെ വാക്കൊന്ന് വിശ്വസിക്ക. 1 minute നന്ദനെ, ഒരു അർജന്റ് കോളാ. ഹലോ. ആ കഴിഞ്ഞു പോയ കാര്യമാണെങ്കിലും ഗംഗ ഇത്ര സ്ട്രോങ് ആയി പറയുന്നത് കൊണ്ട് സത്യം ഗംഗയുടെ ഭാഗത്ത് തന്നെ. അപ്പോ ആ കപ്പ് ഹലോ.